നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം പടിയിറങ്ങുകയാണോ? എത്ര അധ്വാനിച്ചിട്ടും കയ്യിൽ പണം നിൽക്കുന്നില്ലേ? അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ വീട്ടിൽ എപ്പോഴും അസ്വസ്ഥതകളും വഴക്കുകളും നടക്കുന്നുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ കണ്ണിൽപ്പെടാതെ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജിയാകാം ഇതിന് കാരണം. അത് എങ്ങനെ തിരിച്ചറിയാമെന്നും എങ്ങനെ മാറ്റിയെടുക്കാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നാം മനസ്സിലാക്കുന്നു. നമസ്കാരം, ചാണക്യ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിത വിജയത്തിനായുള്ള ചാണക്യ തന്ത്രങ്ങളും പോസിറ്റീവ് എനർജി നിലനിർത്താനുള്ള പ്രായോഗികമായ അറിവുകളുമാണ് നാം ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എന്നും എത്തുന്നതിനായി ഇപ്പോൾ തന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നത് ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ ആധാരം അയാളുടെ ഊർജ്ജസ്വലതയാണ് എന്നാണ്. എന്നാൽ നിങ്ങളുടെ ശരീരത്തിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതിരുന്നിട്ടും വീട്ടിലെത്തുമ്പോൾ മാത്രം അമിതമായ തളർച്ചയും മടിയും അനുഭവപ്പെടുന്നുണ്ടോ? പുറത്ത് വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന നിങ്ങൾ വീടിന്റെ ഉമ്മറപ്പടി കടക്കുമ്പോൾ തന്നെ മനസ്സസ്വസ്ഥമാവുകയും ശരീരം തളരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ വീടിനുള്ളിലെ നെഗറ്റീവ് എനർജിയുടെ വ്യക്തമായ സൂചനയാണ്. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ അലസത വിജയത്തിന്റെ ശത്രുവാണ്. നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം നിങ്ങളെ അലസനാക്കുന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് എനർജി കുറവാണെന്നും നെഗറ്റീവ് തരംഗങ്ങൾ നിങ്ങളെ വലയം ചെയ്യുന്നുണ്ടെന്നും തിരിച്ചറിയുക. പ്രകാശം കുറഞ്ഞ മൂലകളും വായുസഞ്ചാരമില്ലാത്ത മുറികളും ഇത്തരത്തിൽ നെഗറ്റീവ് എനർജി സംഭരിച്ചു വെക്കാൻ കാരണമാകുന്നു. ഈ പോയിന്റ് നിങ്ങളിൽ എത്ര പേർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്? നിങ്ങളുടെ ജീവിതത്തിലും വീട്ടിലും പോസിറ്റീവ് എനർജി നിറയാനും നെഗറ്റീവ് തരംഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ I am protected എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പോസിറ്റീവ് ചിന്താഗതിയാണ് മാറ്റങ്ങളുടെ തുടക്കം. പോയിന്റ് 2, കാരണവുമില്ലാത്ത കലഹങ്ങളും അശാന്തിയും. കോൺസ്റ്റന്റ് ഹൗസ് ഹോൾഡ് കോൺഫ്ലിക്ട്സ്. ചാണക്യനീതിയിൽ ആചാര്യൻ വ്യക്തമായി പറയുന്നുണ്ട്, ഏതൊരു വീട്ടിലാണോ കലഹങ്ങൾ പതിവാകുന്നത് അവിടെ ലക്ഷ്മി ദേവി വസിക്കില്ല. നിങ്ങളുടെ വീട്ടിലും നിസ്സാര കാര്യങ്ങൾക്കായി വലിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ടോ? വീട്ടിലെത്തുമ്പോൾ മാത്രം മനസ്സിനൊരു അശാന്തിയും കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വീട്ടിലെ നെഗറ്റീവ് എനർജിയുടെ ശക്തമായ സാന്നിധ്യമാണ്. ചാണക്യൻ വിശ്വസിക്കുന്നത് സമാധാനമുള്ള ഒരിടത്ത് മാത്രമേ ഐശ്വര്യത്തിന് നിലനിൽപ്പുള്ളൂ എന്നാണ്. വീട്ടിലെ നെഗറ്റീവ് തരംഗങ്ങൾ മനസ്സിന്റെ ശാന്തതയെ നശിപ്പിക്കുകയും സ്നേഹമുള്ള സംഭാഷണങ്ങളെ പോലും തർക്കങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. പുറം ലോകത്ത് ശാന്തനായിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം വീടിനുള്ളിൽ എത്തുമ്പോൾ അക്രമാസക്തനാകുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ തെറ്റല്ല, മറിച്ച് ആ വീടിന്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റീവ് ഊർജത്തിന്റെ സ്വാധീനമാണ്. നിങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും നിറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ മനസ്സിനെ ശാന്തമാക്കാനും പോസിറ്റീവ് എനർജി ആകർഷിക്കാനുമായി ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ I am പീസ്ഫുൾ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് വാക്കുകളും നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തും. പോയിന്റ് 3, സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും മാറ്റം. ദ വിൽറ്റ് ഓഫ് ലൈഫ്. ആചാര്യ ചാണക്യൻ എപ്പോഴും പ്രകൃതിയെ നിരീക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഒരു സ്ഥലത്തെ ഊർജം അവിടുത്തെ സസ്യജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. നിങ്ങളുടെ വീടിനുള്ളിൽ വളർത്തുന്ന ഇൻഡോർ പ്ലാന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൃത്യമായി വെള്ളവും വെളിച്ചവും നൽകിയിട്ടും ഒരു കാരണവുമില്ലാതെ ചെടികൾ വാടിപ്പോകുകയോ കരിഞ്ഞുണങ്ങുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ വീടിനുള്ളിലെ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുന്നതുകൊണ്ടാണ്. സസ്യങ്ങൾ പ്രകൃതിദത്തമായ ഊർജത്തെ ആഗിരണം ചെയ്യുന്നവയാണ്. ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ നെഗറ്റീവ് തരംഗങ്ങൾ കൂടുമ്പോൾ അവയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾ പെട്ടെന്ന് അസ്വസ്ഥരാകുകയോ വീടിന്റെ ചില ഭാഗങ്ങളിൽ പോകാൻ മടിക്കുകയോ ചെയ്യുന്നത് ആ ഭാഗങ്ങളിൽ അശുഭകരമായ ഊർജം നെഗറ്റീവ് എനർജി കെട്ടിക്കിടക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ജീവനുള്ള ഒന്നിനും സന്തോഷത്തോടെ വളരാൻ കഴിയാത്ത ഒരിടത്ത് ഐശ്വര്യം വസിക്കില്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ചുറ്റുപാടിലും പുതിയ ഉണർവും പോസിറ്റീവ് എനർജി നിറയാനും ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ നിമിഷം മുതൽ ഒരു പുതിയ ഊർജം നിങ്ങളിലേക്ക് പ്രവഹിക്കാനായി കമന്റ് ബോക്സിൽ I am വൈബ്രന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് ചിന്തയും പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജിയെ നിങ്ങളിലേക്ക് എത്തിക്കും. പോയിന്റ് 4, അകാരണമായ ദുർഗന്ധവും ശ്വാസം മുട്ടലും. അൺഎക്സ്പ്ലെയിൻഡ് ഓർഡേഴ്സ് ആൻഡ് ഹെവിനെസ്. ആചാര്യ ചാണക്യൻ എപ്പോഴും ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ശുചിത്വം. ലക്ഷ്മി ദേവി വസിക്കുന്നത് ശുദ്ധിയുള്ള ഇടങ്ങളിലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നിങ്ങളുടെ വീട് എത്ര വൃത്തിയാക്കി സൂക്ഷിച്ചാലും ചില സമയങ്ങളിൽ എവിടെ നിന്നെന്നില്ലാത്ത ഒരു അജ്ഞാത ദുർഗന്ധം, അൺപ്ലസന്റ് ഓർഡേഴ്സ് അനുഭവപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെയുള്ള ഒരു കനം, ഹെവിനെസ് തോന്നാറുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക. ചാണക്യൻ നിരീക്ഷിക്കുന്നത് പോലെ വായുസഞ്ചാരമില്ലാത്തതും ഇരുണ്ടതുമായ ഇടങ്ങളിൽ നെഗറ്റീവ് ഊർജം കെട്ടിക്കിടക്കും. പോസിറ്റീവ് എനർജിയുള്ള ഒരു വീട് എപ്പോഴും ഒരു വസന്തകാലം പോലെ പുതുമയുള്ളതും സുഗന്ധമുള്ളതുമായിരിക്കും. എന്നാൽ നെഗറ്റീവ് തരംഗങ്ങൾ നിറഞ്ഞ ഒരിടത്ത് പ്രകൃതിദത്തമായ സുഗന്ധം പോലും പെട്ടെന്ന് അപ്രത്യക്ഷമാകും. മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഈ ഭാരവും ദുർഗന്ധവും നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യത്തെ തടസ്സപ്പെടുത്തുന്ന നെഗറ്റീവ് എനർജിയുടെ വ്യക്തമായ അടയാളമാണ്. നിങ്ങളുടെ വീടിനെയും മനസ്സിനെയും പരിശുദ്ധമാക്കാനും പോസിറ്റീവ് തരംഗങ്ങളെ ക്ഷണിക്കാനും ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങളുടെ അന്തരീക്ഷത്തിൽ മാറ്റം വരാനായി താഴെ കമന്റ് ബോക്സിൽ I am പ്യൂർ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിനെ ശുദ്ധീകരിക്കാനുള്ള കരുത്തുണ്ട്.
പോയിന്റ് 5. തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും. കോൺസ്റ്റന്റ് ഹേർഡിൽസ് ആൻഡ് ഫൈനാൻഷ്യൽ ബ്ലോക്കേജ്. ആചാര്യ ചാണക്യൻ വിശ്വസിക്കുന്നത് ഭാഗ്യം എന്നത് വെറുതെ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് അനുകൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്നാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം ലഭിക്കുന്നില്ലേ? അല്ലെങ്കിൽ പണം കയ്യിൽ വരുമെന്ന് ഉറപ്പുള്ള അവസരങ്ങൾ അവസാന നിമിഷം കൈവിട്ടു പോകുന്നുണ്ടോ? ചാണക്യനീതി പ്രകാരം ഒരു വീട്ടിലെ നെഗറ്റീവ് എനർജി ആ വീട്ടിലെ വ്യക്തികളുടെ തീരുമാനങ്ങളെയും ഭാഗ്യത്തെയും നേരിട്ട് ബാധിക്കും. വീട്ടിലെ ഊർജം അശുഭകരമാണെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുകയും മികച്ച അവസരങ്ങൾ തിരിച്ചറിയുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യും. പണം വരാനുള്ള വഴികൾ അടയുന്നതും അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കുന്നതും ആ വീടിന്റെ ഐശ്വര്യം നെഗറ്റീവ് ഊർജത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ വലിയൊരു അടയാളമാണ്. ഭാഗ്യം പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോഴും അത് അകത്തേക്ക് കടക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഊർജ്ജതലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറി ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ പ്രപഞ്ചത്തിന്റെ സമൃദ്ധി നിങ്ങളിലേക്ക് ആകർഷിക്കാനായി ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ എം അബൻഡന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് ചിന്തയും വലിയ വിജയങ്ങളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. സുഹൃത്തുക്കളെ, ആചാര്യ ചാണക്യന്റെ ദർശനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അറിവാണ് ഏറ്റവും വലിയ ആയുധമെന്നാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ 5 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. മറിച്ച് വീട് വൃത്തിയാക്കി സൂക്ഷിച്ചും പോസിറ്റീവ് ചിന്തകൾ വളർത്തിയും നമുക്ക് ഈ ഊർജത്തെ മാറ്റിയെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനും പ്രതിസന്ധികളെ ചാണക്യതന്ത്രങ്ങളിലൂടെ മറികടക്കാനും സഹായിക്കുന്ന ഇതുപോലുള്ള വീഡിയോകൾ ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. മറക്കരുത്, നമ്മുടെ അന്തരീക്ഷം മാറ്റാൻ നമ്മുടെ വാക്കുകൾക്ക് കരുത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംരക്ഷണവും സമാധാനവും ഉണർവും വിശുദ്ധിയും സമൃദ്ധിയും ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ആ വാക്കുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.